അലിഗേറ്റർ ഒരു ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതർ ആണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളെയാണ് എയർ ബ്രീതിങ് ഫിഷസ് എന്ന് വിളിക്കുന്നത്. അതായത് എയർ ബ്രീതിങ്ങിൽ 2 ടൈപ്പ് എയർ ബ്രീതിങ് ആണ് ഉള്ളത്. ഒന്ന് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ്ങും 2 ഒബ്ലിഗേറ്ററി എയർ ബ്രീതിങ്ങുമാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കുന്ന മീനുകൾ ഈ 2 കാറ്റഗറിയിലാണ് വരുന്നത്. അതിൽ അലിഗേറ്റർ വരുന്നത് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ്ങിലാണ്. എന്താണ് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റഗറിയിൽ പെടുന്ന മീനുകൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരിക്കും. അതായത് എല്ലാ മീനുകളും എങ്ങനെയാണ് നോർമൽ അവരുടെ ഗിൽസ് ചെകിളുകൾ വഴി ബ്രീത് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവർ നോർമൽ ബ്രീത് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്തൊക്കെ ഇവർ മുകളിൽ വന്നിട്ട് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കും. പിന്നെ അവർ വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറവാകുന്ന സമയത്തും വന്നാണ് മുകളിൽ നിന്ന് ബ്രീത് ചെയ്യുന്നത്. ഇത്തരം മീനുകളെയാണ് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് എന്ന് പറയുന്നത്. അലിഗേറ്റർ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റ് മീനുകളാണ് നമ്മുടെ സ്നേക്ക് ഹെഡുകൾ, പുലിവാഹകൾ, അതുപോലെ തന്നെ കാറ്റ് ഫിഷുകൾ. ഇപ്പോൾ ആൽബിനോ കാറ്റ് ഫിഷ്, സ്പോട്ടഡ് കാറ്റ് ഫിഷ്, മുഷി ഇനത്തിൽപ്പെട്ട മറ്റ് മത്സ്യങ്ങൾ, ഇവരെല്ലാവരും തന്നെ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അലിഗേറ്റർ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ് കാറ്റഗറിയിലാണ് പെടുന്നത്. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഒബ്ലിഗേറ്ററി എയർ ബ്രീതിങ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി എയർ ബ്രീതേഴ്സ് ആയിട്ടുള്ള മത്സ്യങ്ങൾ. അവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജനേക്കാൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അവർക്ക് അടിക്കടി മുകളിൽ വന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കേണ്ടി വരും. അതായത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അവർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ഓക്സിജനാണ്. ഇത്തരം മീനുകൾക്കുള്ള ഉത്തമ ഉദാഹരണമാണ് അരപ്പൈമ, അതുപോലെ തന്നെ ഗൗരാമി ഫാമിലിയിൽപ്പെട്ട എല്ലാ മത്സ്യങ്ങളും. അങ്ങനെ നിർബന്ധമായും അവർക്ക് അടിക്കടി മുകളിൽ വന്ന് ബ്രീത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഒബ്ലിഗേറ്ററി എയർ ബ്രീതേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരത്തിൽ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന മീനുകൾക്കൊന്നും നമുക്ക് എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിറ്റുവേഷനിലും അവർ നല്ല രീതിയിൽ ഒത്തുപോകാറുണ്ട്. മറ്റ് മീനുകളൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്ട്രെസ് കുറവായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.